അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 8700 കോടി ഉടൻ കടമെടുക്കാൻ സമ്മതിക്കും എന്നാണ്. അപ്പൊ ഈ 8700 കോടി എന്ന് പറയാൻ കാരണം എന്താണ്? എന്ത് സംഭവിച്ചു? 4800 കോടിയോളം രൂപ ഇപ്പോൾ കിട്ടാം. 4862 കോടി നാം വിചാരിക്കുന്ന കണക്കാണ്. നേരത്തെ കേട്ടിട്ടുള്ള കണക്കനുസരിച്ചാണെങ്കിൽ ഇത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പരിഷ്കരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റിന് കിട്ടാതെ പോകുന്നു. കേന്ദ്രം അനുവദിക്കാതിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പരിഷ്കരണത്തിൽ വളരെ കാതലായി പറഞ്ഞിരുന്നത് അവിടെ അവസാനം എല്ലാ പരിഷ്കരണങ്ങളുടെയും ഒടുവിൽ സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കണം, എല്ലാ കൺസ്യൂമേഴ്സിനും ഉപഭോക്താക്കൾക്കും സ്മാർട്ട് മീറ്റർ ലഭ്യമാക്കണം. അങ്ങനെ ലഭ്യമാക്കുന്നതിന്റെ ആവശ്യകത എന്ത്? വലിയ പ്രസരണ നഷ്ടമാണ്. പ്രത്യേകിച്ച് കേരളം പോലെ ഇടതൂർന്ന വനമേഖലയും ഒക്കെ ഉള്ളിടത്തോടെ കാടും മലകളും മരങ്ങളും ഒക്കെ ഉള്ളിടത്തോടെ ഇലക്ട്രിസിറ്റി ലൈൻ പോകുമ്പോൾ പ്രസരണ നഷ്ടം, അത് കൂടാതെ തന്നെ മോഷ്ടാക്കൾ, അതായത് ഔദ്യോഗികമായിട്ട് അറിഞ്ഞു തന്നെ മോഷണം നടത്തുന്ന മോഷ്ടാക്കളുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്, കേരളത്തിലും ഉണ്ട്. വ്യാപാരികളും വ്യവസായികളും ഒക്കെ അതിന്റെ മീറ്റർ വർക്ക് ചെയ്യിപ്പിക്കാതെയൊക്കെയാണ് പലപ്പോഴും ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത്. അങ്ങനെയാവുമ്പോൾ അവരൊന്നും ഇലക്ട്രിസിറ്റി നികുതി കൊടുക്കുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അഥവാ വളരെ വളരെ കൂടുതൽ ഉപഭോഗിച്ചിട്ട് വളരെ കുറവ് മാത്രം കൊടുക്കുന്ന വ്യാപാരികളും വ്യവസായികളും ഉണ്ട്. അങ്ങനെയുള്ള പ്രസരണ നഷ്ടം 20% മുതൽ 30% വരെ വരും. അപ്പോൾ അത്രയധികം നഷ്ടത്തിലേക്ക് ഇലക്ട്രിസിറ്റി ബോർഡിനെ വീഴിക്കുന്ന ഒന്നാണ് ഈ പ്രസരണ നഷ്ടം. ആ പ്രസരണ നഷ്ടം ഇല്ലാതെയാക്കാനാണ് സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കുക എന്ന് പറഞ്ഞത്. ടോട്ടക്സ് മോഡലിലുള്ള അതായത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മോഡൽ, അതിന്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൺസ്യൂമേഴ്സിൽ നിന്ന് തന്നെ ദീർഘകാലത്തിൽ ഈടാക്കുക. അപ്പോൾ പ്രതിദിനം അല്ലെങ്കിൽ പ്രതി മാസം അവരുടെ തലയിൽ വീഴുന്ന ഭാരം വളരെ ലഘുവായിരിക്കും. അതാണ് ടോട്ടക്സ് മോഡലിന്റെ പ്രത്യേകത. പക്ഷെ ഈ ടോട്ടക്സ് മോഡൽ സ്മാർട്ട് മീറ്റർ സംസ്ഥാനത്ത് ഘടിപ്പിക്കുവാൻ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡ് യൂണിയൻകാരും സമ്മതിച്ചില്ല. അവർ എതിർ നിന്നു. അതിന്റെ ഫലമായിട്ടാണ് ഈ 4862 കോടി രൂപ ഇലക്ട്രിസിറ്റി സെക്ടറിലെ പരിഷ്കരണത്തിന് വേണ്ടി ലഭ്യമാകുമായിരുന്ന കടം, ആ വായ്പയാണ് നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ പ്രശ്നം, ടോട്ടക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം പരിഹൃതമായിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കണം ഇപ്പോഴും ആ രൂപ, അത്രയും കടം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തിരിച്ചടക്കേണ്ടാത്ത കടമാണ്. കേന്ദ്രത്തിലേക്ക് നമുക്ക് ഗ്രാന്റ് പോലെ കിട്ടുന്ന കടമാണ്. എന്നിട്ടാണ് അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ട്രേഡ് യൂണിയനുകളുടെ ഇഷ്ടാനുസരണം തുള്ളുന്നത് എന്ന് വേണം കരുതാൻ. അതായത് ട്രേഡ് യൂണിയനുകൾ അവരുടെ പോക്കറ്റിലുള്ളവരാണ്. ട്രേഡ് യൂണിയനുകളാണ് ഗവൺമെന്റിന് വേണ്ടി ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന തരത്തിൽ ഉള്ള പ്രവർത്തന ശൈലി കാഴ്ചവെക്കാൻ സഹായിക്കുന്നത്. മറിച്ച് സാധാരണ ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് പ്രതിരോധം തീർക്കാൻ അവസരമില്ല, കഴിവില്ല. അപ്പം അതിൽ നിന്ന് മുതലെടുത്തുകൊണ്ട് ഇവിടെ എന്ത് നഷ്ടം വന്നാലും സാരമില്ല, ഇലക്ട്രിസിറ്റി യൂണിയൻ ജയിക്കട്ടെ ആ ചിന്തയാണ് ഗവൺമെന്റിന് ഉള്ളത് എന്നതിന്റെ തെളിവാണല്ലോ ഈ പരിഷ്കരണങ്ങളൊക്കെ കൊണ്ടുവന്ന ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ചെയർമാനായിരുന്ന ആളെ സ്ഥാനഭ്രഷ്ടനാക്കുകയാണ് ചെയ്തത് അവസാനം. അപ്പം അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഇതുപോലെയുള്ള തിരിച്ചടികൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് ഈ 8700 കോടിയിൽ ഇപ്പോൾ നിന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏപ്രിൽ മാസത്തിലേക്ക്, അതായത് ഏപ്രിൽ മാസം 1-ാം തീയതി ആകുമ്പോഴും ഫെബ്രുവരി മാസം 1-ാം തീയതി, മാർച്ച് മാസം 1-ാം തീയതിയും 2-ാം തീയതിയും ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ശമ്പളവും പെൻഷനും മുടങ്ങിയതുപോലെ തന്നെ ഏപ്രിൽ മാസം 1-ാം തീയതിയും 2-ാം തീയതിയും ഒക്കെ ശമ്പളം കിട്ടുന്ന കാര്യത്തിൽ വലിയ വീഴ്ച ഉണ്ടാകും. ഒരു പക്ഷേ മാർച്ചിലേക്കാൾ കടുത്ത ബുദ്ധിമുട്ടായിരിക്കാം ഏപ്രിലിൽ വരിക. പിന്നെ അതിനൊരു ശമനം ഉണ്ടാകുന്ന എപ്പോഴാണ്? അതായത് പുതിയ ധനവർഷം തുടങ്ങുകയാണ് ഏപ്രിൽ മാസത്തിൽ. അങ്ങനെ പുതിയ ധനവർഷം തുടങ്ങുമ്പോൾ വീണ്ടും നമുക്കിടെ മുൻപിൽ 144 ദിവസം ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകാം. അപ്പൊ ആദ്യ പാദത്തിൽ തന്നെ, ആദ്യ 3 മാസത്തിൽ തന്നെ 36 ദിവസം ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകാം. അങ്ങനെ ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകാനുള്ള അവസരം കിട്ടുന്നത് വരെ അത് ആദ്യത്തെ ചൊവ്വാഴ്ചയായിരിക്കും നമുക്ക് ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകാനുമുള്ള സൗകര്യം പ്രയോജനപ്പെടുത്താൻ കഴിയുക. അങ്ങനെയാണെങ്കിൽ അതോടുകൂടി പതുക്കെ ഒരു ഓവർ ഡ്രാഫ്റ്റ് കൊണ്ടൊന്നും കേരളത്തിന്റെ ബുദ്ധിമുട്ട് മാറുകയില്ല.
അപ്പൊ അങ്ങനെ ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകാം, വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസിലേക്ക് പോകാം എന്നൊക്കെയുള്ള കാരണം കൊണ്ട്. പക്ഷേ രണ്ടായാലും വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് ആയാലും ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിലും 14 ദിവസം കൊണ്ട് തിരിച്ചടയ്ക്കണം. അതിനുശേഷം വീണ്ടും എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ തിരിച്ചടയ്ക്കാൻ പണം കണ്ടെത്തേണ്ടി വരും. എങ്ങനെയാണെങ്കിലും ഏപ്രിൽ മാസം ആരംഭത്തിൽ നമ്മുടെ പ്രതിസന്ധി ഇതുപോലെ തന്നെ രൂക്ഷമായിരിക്കും. പക്ഷെ അതിനുശേഷം പുതിയ ധനവർഷമായതുകൊണ്ട് പുതിയ കടമെടുക്കാനുള്ള സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വരും. അത് യുക്തിസഹമായിട്ട് പ്രയോജനപ്പെടുത്തുകയാണ് എങ്കിൽ അടുത്ത വർഷം നീങ്ങിയും നിരങ്ങിയും ഈ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാകും. അല്ലെങ്കിൽ കടക്കെണിയിൽ പോകുമെന്നുള്ളത് തീർച്ച. അപ്പൊ കടക്കെണിയിലേക്ക് പോകാതെ ഈ സംസ്ഥാനത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? സംസ്ഥാനം ആഗ്രഹിക്കുന്ന പക്ഷം വിഭവ സമാഹരണം ശക്തമാക്കണം, കർശനമാക്കണം. അതായത് നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാൻ ഇപ്പോൾ ഉള്ളത് എന്തുകൊണ്ടാണ്? ഓഡിറ്റേഴ്സ് അസോസിയേഷൻ പറയുന്നത് ഓഡിറ്റിംഗ്, അതായത് CAG തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്രയധികം കുടിശ്ശിക വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഓഡിറ്റിംഗ് നടത്താത്തതാണ്. ഓഡിറ്റേഴ്സ് അസോസിയേഷൻ പറയുന്നു ഓഡിറ്റിങ്ങിന് ഞങ്ങൾ സർവസജ്ജരാണ്, പക്ഷേ വകുപ്പുകൾ ഗവൺമെന്റ് നിരുത്സാഹപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് വകുപ്പുകളും ഗവൺമെന്റും ഓഡിറ്റിംഗ് നടത്തുന്നതിനെ, അതായത് കണക്കുകൾ ഓഡിറ്റിംഗ് നടത്തുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നത്? അവിടെ തിരിമറി നടക്കുന്നു. വകുപ്പ് മാറ്റി ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്നു. അപ്പോൾ ഒരു കിട്ടിയ ആവശ്യത്തിന് ചെലവഴിക്കാതെ തോന്നിയ ആവശ്യത്തിന് ചെലവഴിച്ചു കഴിഞ്ഞാൽ എന്ത് കണക്കാണ് എഴുതി കൊടുക്കുക? അങ്ങനെ ഓഡിറ്റിംഗ് നടത്തിയാൽ അത് പ്രശ്നമാകും എന്നുള്ളത് കൊണ്ടാണ് ഓഡിറ്റിംഗ് നിരുത്സാഹപ്പെടുത്തുന്നത് എന്ന് ഗവൺമെന്റിലെ തന്നെ ഓഡിറ്റേഴ്സ് അസോസിയേഷനിലെ മെമ്പേഴ്സ് ആണ് പറയുന്നത്. അത് തന്നെയാണ് CAGയും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതൊക്കെ മാറ്റി, അതായത് ശരിക്ക് കർശനമായ നയപരിപാടികളോടുകൂടി വിഭവ സമാഹരണം, അതായത് നികുതി വരുമാനവും നികുതിയേതര വരുമാനവും പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ കർശന നിയന്ത്രണങ്ങളോടും നയത്തോടും കൂടി മുന്നോട്ട് പോയാൽ തനത് വരുമാനം വർദ്ധിക്കും, GST വർദ്ധിക്കും, IGST വർദ്ധിക്കും. അങ്ങനെ സംസ്ഥാനത്തിന്റെ ഈ ധന പ്രതിസന്ധിയെ വളരെ എളുപ്പം മറികടക്കാൻ കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഗവൺമെന്റിന് അതിനോടൊരു കമ്മിറ്റ്മെന്റ് വേണം, അതിന് ഉറച്ച തീരുമാനം വേണം. അതില്ലാത്ത പക്ഷം ഇതുപോലെ ധനപ്രതിസന്ധിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത.